പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം പറയുകയാണ് കോഴിക്കോട് കുറ്റിച്ചിറ മിസ്കാൽ പള്ളി. പള്ളിയുടെ ഒരു ഭാഗം പോർച്ചുഗീസ് പടയാളികൾ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് കോഴിക്കോട് സാമൂതിരിയുടെ സഹായത്തോടെയാണ് പുനർനിർമ്മിച്ചത്. റമദാൻ മാസത്തിൽ നടന്ന ആക്രമണത്തിന്റെ ചരിത്ര സ്മരണയിലാണ് ഇന്നും നാട്ടുകാർ. 1510 ഇതേപോലൊരു റംസാൻ നോമ്പുകാലത്താണ് കുറ്റിച്ചിറ മിസ്കാൽ പള്ളിക്ക് നേരെ കല്ലായിപ്പുഴ കടന്നെത്തിയ പോർച്ചുഗീസ് സൈന്യം ആക്രമണം നടത്തിയത്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി കോഴിക്കോട്ടെത്തിയ അൽബുക്കർക്കാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇരച്ചെത്തിയ സൈന്യം പള്ളിക്ക് തീ കൊളുത്തി. എന്നാൽ കോഴിക്കോട് സാമൂതിരിക്ക് കീഴിൽ പ്രവർത്തിച്ച മുസ്ലിം നായർ പടയാളികൾ പോർച്ചുഗീസുകാരെ തുരത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടു. പള്ളിയിലെ മുകൾ നിലയിലെ മരത്തടികളിൽ ഇപ്പോഴും തീവെപ്പിന്റെ പാടുകൾ കാണാം. ഷൈഖ് സൈനുദ്ദീൻ മക്തൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിലും ആക്രമണത്തെക്കുറിച്ച് പറയുന്നു. ആക്രമിക്കപ്പെട്ട പള്ളി പിന്നീട് കോഴിക്കോട് സാമൂതിരിയുടെ സഹായത്താൽ പുനർനിർമ്മിച്ചു. ഓരോ റംസാനിലും ഈ ചരിത്ര സംഭവത്തിന്റെ ഓർമ്മയിലാണ് കുറ്റിച്ചിറയിലെ നാട്ടുകാർ. പോർച്ചുഗീസ് പടയാളികൾ ഇവിടെ നേരെ തുറമുഖത്ത് നിന്നും സാമൂതിരിയുമായി മുസ്ലിമുകളുണ്ടായ നല്ല ബന്ധത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി പോർച്ചുഗീസുകാർ അന്ന് ഈ മുസ്ലിം ദേവാലയം, മുസ്ലിം പള്ളി ആക്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ആക്രമണത്തെ ഇരുവിഭാഗം ജനങ്ങളും ഒന്നിച്ച്, പടയാളികൾ ഒന്നിച്ച് നേരിട്ട് പരാജയപ്പെടുത്തിയ ചരിത്രമാണ്. നോമ്പുകാലത്ത് കുറ്റിച്ചിറയുടെ ആത്മാവ് ഈ പള്ളിയെ ചുറ്റിപ്പറ്റി നിൽക്കും. 24 തൂണുകളും 47 വാതിലുകളുമുള്ള പള്ളിയിൽ 300 പേർക്ക് നിസ്കരിക്കാനാകും. 14-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സഞ്ചാരിയായിരുന്ന നഹൂദ മിസ്കാലാണ് പള്ളി നിർമ്മിച്ചതെന്ന് ചരിത്രം പറയുന്നു. പിന്നീട് പലതവണ പുതുക്കി പണിതു. മരത്തടി ഉപയോഗിച്ച് പരമ്പരാഗത കേരളീയ ശൈലിയിൽ നിർമ്മിച്ച പള്ളിയെ പൈതൃക സ്മാരകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്.